ഹായ് ഹലോ വെൽക്കം ടു ഋഷിക HR സൊല്യൂഷൻസ്. ഈ ആഴ്ചത്തെ വേക്കൻസീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ വേക്കൻസീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ആദ്യത്തെ വേക്കൻസി വരുന്നത് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന ഡെസിഗ്നേഷനാണ്. കൊച്ചിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു 4 സ്റ്റാർ കാറ്റഗറി ഹോട്ടലിലേക്കാണ് നമുക്ക് ആ വേക്കൻസി വരുന്നത്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെൻറ്റ്. സാലറി വരുന്നത് 15K to 20K പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ്. ഒരു മെയിൽ ക്യാൻഡിഡേറ്റിനെയും ഒരു ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. അടുത്ത വേക്കൻസി വരുന്നത് ഹൗസ് കീപ്പിങ്ങിലേക്കാണ്. അത് 2 വേക്കൻസിയാണുള്ളത്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെൻറ്റ് 10 to 16 പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് സാലറി വരുന്നത്. അടുത്ത വേക്കൻസി വരുന്നത് F&B പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. CDPയിലേക്കും DCDPയിലേക്കാണ് വേക്കൻസി വരുന്നത്. ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ്. ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെൻറ്റ് 25 പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് സാലറി വരുന്നത്. അടുത്ത വേക്കൻസി വരുന്നത് ക്യാപ്റ്റൻ F&B സർവീസിലേക്കാണ്. സാലറി വരുന്നത് 16K to 20K പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ്. അടുത്ത വേക്കൻസി വരുന്നത് സൂഷെഫ് ജൂനിയർ സൂഷെഫ് എന്ന ഡെസിഗ്നേഷനാണ്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെൻറ്റ്. സാലറി വരുന്നത് 35 പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ്. അടുത്ത വേക്കൻസി വരുന്നത് റെസ്റ്റോറൻറ്റ് മാനേജർ എന്ന ഡെസിഗ്നേഷനാണ്. സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. സാലറി വരുന്നത് 35 പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. അടുത്ത വേക്കൻസി വരുന്നത് F&B സർവീസിലേക്കാണ്. വെയിറ്റേഴ്സിൻ്റെ വേക്കൻസിയാണ്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ്. അത് ഫ്രഷേഴ്സിനെയും പ്രിഫർ ചെയ്യുന്നുണ്ട്. അത് സാലറി വരുന്നത് 9K to 16K പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ്. ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ വേക്കൻസീസ് എല്ലാം 4 സ്റ്റാർ കാറ്റഗറിയിലുള്ള ഹോട്ടലിലേക്കാണ്. എല്ലാത്തിനും ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ്. അടുത്ത വേക്കൻസി വരുന്നത് അഡ്മിനിസ്ട്രേഷൻ എക്സിക്യൂട്ടീവ് എന്ന ഡെസിഗ്നേഷനാണ്. ക്വാളിഫിക്കേഷൻ ഇനി ഗ്രാജുവേഷൻ എക്സ്പീരിയൻസ് 1 to 2 years ആണ് ചോദിക്കുന്നത്. ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്. മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനും എക്സൽ നോളജ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ലാംഗ്വേജ് മാൻഡേറ്ററി ആണ്. സാലറി വരുന്നത് 18K to 23K ആണ്. ജോബ് ലൊക്കേഷൻ തൃക്കാക്കര ഇൻഡസ്ട്രി ലോജിസ്റ്റിക്സ് കമ്പനി. അടുത്ത വേക്കൻസി വരുന്നത് വെയർ ഹൗസ് ഇൻ ചാർജ് എന്ന ഡെസിഗ്നേഷനാണ്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ എനി ഗ്രാജുവേഷൻ. കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലേക്കാണ് നമുക്ക് ആ വേക്കൻസി വരുന്നത്. 5+ years എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. സാലറി വരുന്നത് 25K to 30K ആണ്. ജോബ് ലൊക്കേഷൻ കാസർഗോഡ് ഇൻഡസ്ട്രി ലോജിസ്റ്റിക്സ് കമ്പനി. അടുത്ത വേക്കൻസി വരുന്നത് വെയർ ഹൗസ് എക്സിക്യൂട്ടീവ് എന്ന ഡെസിഗ്നേഷനാണ്. ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ്. ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് അല്ലാന്നുണ്ടെങ്കിൽ എനി ഗ്രാജുവേഷൻ. 1 year എക്സ്പീരിയൻസ് എങ്കിലും വെയർ ഹൗസ് എക്സിക്യൂട്ടീവായിട്ട് ഉണ്ടായിരിക്കണം. ജോബ് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്തേക്കാണ്. ഇൻഡസ്ട്രി ലോജിസ്റ്റിക്സ് കമ്പനി. സാലറി വരുന്നത് 13K to 15K ആണ്. അടുത്ത വേക്കൻസി വരുന്നത് സീനിയർ അക്കൗണ്ടന്റ് എന്ന ഡെസിഗ്നേഷനാണ്. ക്വാളിഫിക്കേഷൻ MCOM അല്ലെങ്കിൽ BCOM. മെയിൽ ക്യാൻഡിഡേറ്റ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്. NBFCയിലേക്കാണ് നമുക്ക് ആ വേക്കൻസി വരുന്നത്. 5+ years എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 30K to 35K ആണ് സാലറി വരുന്നത്. NBFC തന്നെ എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡിഡേറ്റ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്. അടുത്ത വേക്കൻസി വരുന്നത് അക്കൗണ്ടന്റ് എന്ന ഡെസിഗ്നേഷൻ തന്നെയാണ്. ഇൻഫോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള US ബേസ്ഡ് ട്രാവൽ ഏജൻസിയിലേക്കാണ് നമുക്ക് ആ വേക്കൻസി വരുന്നത്. ക്വാളിഫിക്കേഷൻ MCOM അല്ലെങ്കിൽ BCOM. സാലറി വരുന്നത് 30K to 35K ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് മാൻഡേറ്ററി ആണ്. അതിൻ്റെ ഓഫീസ് ടൈമിംഗ് വരുന്നത് 2:30 PM to 11:30 PM വരെയാണ്. അതിൻ്റെ 1 hour ബ്രേക്ക് ഉണ്ടാവും. അടുത്ത വേക്കൻസി വരുന്നത് HR റിക്രൂട്ടർ എന്ന ഡെസിഗ്നേഷനാണ്. ക്വാളിഫിക്കേഷൻ MBA HR മസ്റ്റ് ആണ്. ഒരു 3 to 4 years non-IT റിക്രൂട്ട്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡിഡേറ്റ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്. മെയിൽ ക്യാൻഡിഡേറ്റ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്. ജോബ് ലൊക്കേഷൻ തൃക്കാക്കര ഇൻഡസ്ട്രി ട്രേഡിംഗ് കമ്പനി. അടുത്ത വേക്കൻസി വരുന്നത് സെയിൽസ് ഹെഡ് എന്ന ഡെസിഗ്നേഷനാണ്. 4 to 5 years എക്സ്പീരിയൻസ് ഓൾ കേരള ട്രാവൽ ചെയ്ത് ബിസിനസ് കൊണ്ടുവരാനുള്ള കഴിവുള്ള ക്യാൻഡിഡേറ്റ്സാണ് പ്രിഫർ ചെയ്യുന്നത്. സാലറി വരുന്നത് 30K to 35K പ്ലസ് ഇൻസെൻറ്റീവ് പ്ലസ് ട്രാവലിംഗ് എക്സ്പെൻസ്. അതിൻ്റെ ഓഫീസ് വരുന്നത് കളമശ്ശേരിയിലാണ്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ സെയിൽസ് ആയിരിക്കും വരുന്നത്. അടുത്ത വേക്കൻസി വരുന്നത് അക്കൗണ്ടന്റ് എന്ന ഡെസിഗ്നേഷനാണ്. ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്. കോലഞ്ചേരി ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി അബ്രോഡ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിലേക്കാണ് വേക്കൻസി വരുന്നത്. എക്സ്പീരിയൻസ് ഒരു 2 to 3 years എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ടാലി പ്രൈം അറിഞ്ഞിരിക്കണം. GST കമ്പ്യൂട്ടേഷൻ അറിഞ്ഞിരിക്കണം. സാലറി വരുന്നത് 20K to 25K ആണ്.
അടുത്ത വേക്കൻസി വരുന്നത് ടെക്നിക്കൽ സപ്പോർട്ട് എന്ന ഡെസിഗ്നേഷൻ ആണ്. കളമശ്ശേരി ബേസ് ചെയ്തിട്ടുള്ള ബി പി ഒയിലേക്കാണ് നമുക്ക് ആ വേക്കൻസി ഉള്ളത്. 15ഓളം വേക്കൻസി ഉണ്ട്. ക്വാളിഫിക്കേഷൻ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് MCA അല്ലെങ്കിൽ BC ആണ് ചോദിക്കുന്നത്. മോഡം അപ്ഡേഷന്, IT ID അപ്ഡേഷന്, മാർക്ക് ID അപ്ഡേഷന്, IT ID ചേഞ്ച്, മാർക്ക് ID ചേഞ്ച്, അതുപോലെ തന്നെ ടെക്നിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യണം. കോൾ വരുന്നത് അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെയാണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. ഫ്രഷേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് സാലറി 9,000 പ്ലസ് OT പ്ലസ് ESI PF അക്കോമഡേഷനും ഉണ്ടായിരിക്കും. ഇൻട്രസ്റ്റ് ഉള്ള ക്യാൻഡിഡേറ്റ്സ് നിങ്ങളുടെ റെസ്യൂംസ് ഷെയർ ചെയ്ത് തരിക. ഈ ആഴ്ചത്തെ വേക്കൻസീസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ വേക്കൻസീസുമായി വീണ്ടും കാണാം. താങ്ക്